നമസ്കാരം, ഞാൻ ഡോക്ടർ സെബി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൻ്റെ രജിസ്ട്രേഷനെ പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് അത് ഉപയോഗിച്ചു, നന്ദികൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ച് പേര് അതിൻ്റെ സംശയങ്ങൾ എപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച മിസ്റ്റേക്കുകൾ ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നടക്കും. രജിസ്ട്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, നിങ്ങൾ തുടങ്ങേണ്ടത് ഫോണിലല്ല, ഇതൊരു ലാപ്ടോപ്പ് ഒരു ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ പോകേണ്ട വെബ്സൈറ്റിനെ സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. .gov.kerala.gov.in അതായിരിക്കണം ലാസ്റ്റ് വരേണ്ടത്. കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലായിരിക്കും നിങ്ങൾ പോകേണ്ടത്. മൂന്നാമത്തത്, നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊവിഷണൽ രജിസ്ട്രേഷനാണ്. ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഇപ്പോൾ 2019-20 എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടായിരുന്നു അതിനുശേഷം പെർമനൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളത്. ഇല്ല, എന്നോട് ചോദിച്ചവരോടൊക്കെ നേരത്തെ തുടങ്ങി തന്നെ ഞാൻ പറഞ്ഞ എല്ലാവരും പ്രൊവിഷണൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ പർപ്പസ് ഇസ് ഗെറ്റിംഗ് രജിസ്റ്റേർഡ്. ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഇസ് അസസേഴ്സ് വിൽ കം ആൻഡ് വിസിറ്റ് യുവർ ക്ലിനിക് ബിഫോർ ദേ ഡു ദ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. തെറ്റായിരിക്കാം, അത് പ്രോസസ്സ് സർക്കാരിൻ്റെയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഇതിന് പെർമനൻറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലേക്ക് പോയാൽ മതി. അതുവരെ എല്ലാവരും പ്രൊവിഷണലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാലാമത്തത്, സെക്കൻഡ് ഓപ്ഷനാണ് നമ്മളുടെ ഭൂരിഭാഗം ക്ലിനിക്കുകൾ. അതായത് നമ്മളുടെ ക്ലിനിക്കിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ലാബോ ഇല്ല എന്നുള്ളൊരു ഹോസ്പിറ്റലിനോട് ചേർന്നല്ലാത്ത ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ലാബോ മറ്റ് സൗകര്യങ്ങളും ഇല്ലാത്ത ക്ലിനിക്ക്, അതാണ് നമ്മളുടെ ഓപ്ഷൻ. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇനിയുള്ളത് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ചോദിക്കുന്നത് നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡൊക്കെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ മാപ്പ് ചെയ്യാനുള്ളതാണ്, അതിൻ്റെ ആവശ്യമില്ല. ആറാമത്തത് ശ്രദ്ധിച്ചത് ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതിലാണ്. ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഫയൽ നെയിം കൊടുക്കുന്നത്. ഫയൽ നെയിം എന്തൊക്കെയായിരിക്കണം? നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു വാക്ക് മാത്രമായിരിക്കണം. പ്ലെയിൻ ആയിട്ടുള്ളൊരു വാക്ക് മാത്രം, അതിൻ്റെ നമ്പറോ ഡിജിറ്റോ ഒന്നും പാടില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഫയൽസ് ഏതൊക്കെയാണ്? ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പിന്നെയുള്ളത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഓണർഷിപ്പ് ആരുടെ എന്നുള്ളതാണ്. അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. വാടകയ്ക്ക് എടുത്തിരിക്കുന്നവരുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റെൻ്റ് എഗ്രിമെൻറ്റ് എല്ലാം നമ്മളോട് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ടാക്സ് റെസീറ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ് പറയുന്നത്. പലപ്പോഴും അതിലൊരു തടസ്സങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ഫയലിൻ്റെ സൈസ് കുറയ്ക്കണം. അതാണ് രണ്ടാമത്തെ. ഫയലിൽ രണ്ട് മിസ്റ്റേക്കാണ്. അതിലൊന്ന് നെയിം ആൻഡ് സൈസ് കുറച്ച് ചെയ്യാം. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എൻ്റെ അഭിപ്രായം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്ലിനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. പാരാമെഡിക്കൽ രജിസ്ട്രേഷനാണ് നമുക്കുള്ളത്. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചിലയിടത്ത് കിട്ടും, ചിലയിടത്ത് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകൾ എപ്പോഴും ക്ലിനിക്കിൻ്റെ ഓണർഷിപ്പ് ഡെൻറ്റിസ്റ്റിൻ്റേതായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സംഘടന പലപ്പോഴും പറയുന്നതാണ്. ക്ലിനിക്കൽ ഓണർഷിപ്പ് എപ്പോഴും ഡെൻറ്റിസ്റ്റിനെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 50% ഓണർഷിപ്പ് ഡെൻറ്റിസ്റ്റിൻ്റേതായിരിക്കണം എന്നുള്ളതാണ്. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ പ്രകാരം നമ്മളുടെ ഓണർഷിപ്പ് ഡെൻറ്റിസ്റ്റിൻ്റെ ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മളുടെ ADC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ സർക്കാർ പറഞ്ഞത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമാണ്. അവിടെ ADC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കോർപ്പറേറ്റ്സിൻ്റെയും മറ്റ് കടന്നുകയറ്റം നമ്മൾ തടയുന്നതിന് ഇതേ മാർഗമുള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന രണ്ട് ഓണർഷിപ്പ് ഫയലും രജിസ്ട്രേഷൻ ഫയലിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും സംഘടനയോടും മറ്റ് എല്ലാവരോടും ഞാൻ പറയുന്നത്, സർക്കാരിനോടും ഞാൻ പറയുന്നതും ഈ ഒരു വിഷയം കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ്. ഓണർഷിപ്പിൽ ലൈസൻസ്, ക്ലിനിക്കിൽ നമ്മൾ ലൈസൻസ് സർട്ടിഫിക്കറ്റ്, ലൈസൻസ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തരുന്ന ലൈസൻസിന് ആക്സെപ്റ്റ് ചെയ്യുക. രജിസ്ട്രേഷനിൽ നമ്മളുടെ ADCയുടെ രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥനയും കൂടെ ഇതിനകത്തുണ്ട്. കാരണം ഓണർഷിപ്പിൽ ലൈസൻസ് വയ്ക്കാൻ പറയുന്നതിൻ്റെ കാരണം, പഞ്ചായത്ത് നമുക്ക് ലൈസൻസ് തരുമ്പോൾ എല്ലാ പരീക്ഷകളും പാസ്സായിട്ടാണ് നമുക്കത് തരുന്നത്. പരീക്ഷ എന്ന് ഉദ്ദേശിച്ചത് റെൻ്റ് എഗ്രിമെൻറ്റ്, പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ നേച്ചർ, ഇതെല്ലാം കണ്ടതിന് ശേഷം പരിശോധിച്ച ശേഷം പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്നതാണ് ലൈസൻസ്.
ഈ ലൈസൻസിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമ്മൾ ഓണർഷിപ്പ് കൂടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് അതൊരു അനാവശ്യമായ നിർബന്ധമാണോ? കംപ്ലയൻസിന് അത് വേണമായിരിക്കാം, പക്ഷേ ഇതെന്തുകൊണ്ട് കൺസിഡർ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം ന്യായമായിട്ട് നമുക്ക് ഉയർത്താവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ അതിനകത്ത് ബെഡ്സ് എന്ന് പറയുന്നുണ്ട്. ക്ലിനിക്കുകളുടെ ചെയറാണ് ഉദ്ദേശിക്കുന്നത്. 1 or 2 or 3 ചെയർസ് എന്നുള്ള ഒരു ചിന്തയാണ് അതിനകത്ത് വരേണ്ടത്, അല്ലാതെ ബെഡ് ഇല്ല എന്നുള്ള ഇതുണ്ടത്. HR ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഹ്യൂമൻ റിസോഴ്സ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ കയറ്റണ്ടെന്നുള്ളത്. ബേസിക് പേര് 1 or 2 അസിസ്റ്റൻ്റ്, ഒരാൾക്ക് 2 അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എഴുതി അപ്ലോഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കാരണം നമ്മൾ ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കണ്ടെന്നുള്ളത് നമ്മൾ കോടതി വിധി മുഖേന മാറിയിട്ടുണ്ട്. പ്രൈസ് ലിസ്റ്റ് ചെയ്യേണ്ട, ഫീസ് ആൻഡ് ചാർജസ് അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അതും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അതും ചെയ്യരുത്. പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു 10 എണ്ണമാണ് നമുക്ക് കണ്ടത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരാം. ഈ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്.